അപ്പം ഞാൻ മാസം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഞാൻ അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ദർശനം പോലെ കാണുവാണ്. അപ്പോൾ എനിക്കെന്തോ മനസ്സിലായി, മാതാവ് എന്നെ എന്തോ ഒരു സ്ഥലം കാണിക്കുവാണ്. എനിക്കവിടെ എന്തോ ചെയ്യാനുണ്ട്, പക്ഷേ എന്നെ അകത്തോട്ട് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടേക്ക് കയറുന്നുമില്ല. അത്രയും ഞാൻ കണ്ടു. അപ്പം അകത്തെന്താണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ ഒരു ഡോറ് മാത്രമേ കാണുന്നുള്ളൂ. എന്താണെന്ന് എനിക്ക് എന്ന് അറിയത്തില്ല. അപ്പം ഞാനിതിങ്ങനെ കണ്ടു, അത്രയേ ഉള്ളൂ. വളരെ ബ്രീഫായിട്ടുള്ള ഒരു വിഷനോ ഒരു ദർശനം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ഓർത്തു, ശരി, ആരെങ്കിലും എസക്കിയേലിൻ്റെ ടെമ്പിൾ ഒരു പിക്ചറൈസ് ചെയ്തിട്ടൊരു നല്ല പിക്ചറായിട്ട് തന്നിട്ടുണ്ടായിരിക്കാം അല്ലേ, അതിൻ്റെ ഒരു പടമൊക്കെ. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് വായിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു 3 ഡയമെൻഷണൽ ഇമേജോ ഒരു പിക്ചറോ ഒക്കെ കാണുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവുമല്ലോ. എന്നാൽ ശരി, ഒന്ന് സെർച്ച് ചെയ്തേക്കാം എസക്കിയേൽസ് ടെമ്പിൾ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിതെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് വായിച്ചപ്പം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ്. അപ്പോൾ ആ മുറിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള മുറി ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ്. ഉടനെ അവളിങ്ങനെ പറഞ്ഞ്, അതമ്മ ഡീക്കൺസ് ആണമ്മ എന്ന് പറഞ്ഞു. അപ്പം ഡീക്കൺസ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഒരു ചിന്ത പോയായിരുന്നു. അതായത് ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പം അമ്മ മാത്രമേ കടന്നു പോകുന്നുള്ളൂ, അമ്മ എന്നെ വിളിക്കുന്നുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി, അവിടേക്ക് നമ്മൾ കടക്കണ്ട. അതൊരു വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്, അതൊരു വിശുദ്ധ സ്ഥലമാണ്. അതായത് ഒരു പ്രീസ്ലി കോളിംഗ് ലഭിച്ച അല്ലെങ്കിൽ ഒരു പുരോഹിതരാകാനായിട്ട് വിളി ലഭിച്ച ഒരു സംഘം ആൾക്കാർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണത് അല്ലേ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരുവെന്ന അല്ലേ. അപ്പം അത്രയും വിശുദ്ധമായി വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടേക്ക് നമ്മളൊരു വിശുദ്ധി കൂടാതെയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് കെയർലെസ് ആയിട്ടോ നമ്മുടെ അറിവ് കുറവ് കൊണ്ടോ ഒന്നും കടക്കാൻ പാടില്ല. ഒരു പ്രലോഭനവും അവർക്കുണ്ടാക്കാൻ പാടില്ല. ഹായ് എവ്രി വൺ. സോ ഇന്ന് മാതാവിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു അനുഭവവും പിന്നെ ഒരു മരിയൻ ഡോഗ്മയും കൂടെ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ 4 ക്ലാസ്സാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം 4 ക്ലാസ്സിലും മരിയൻ ഡോഗ്മാസും കവർ ചെയ്യുക, എൻ്റെ കുറച്ച് അനുഭവങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു 2ാമത്തെ മരിയൻ അനുഭവം ഷെയർ ചെയ്യാം. ഇത് ആക്ച്വലി 2ാമത്തെയാണോ 3ാമത്തെയാണോ എന്നെനിക്ക് കൃത്യമായ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഏതായാലും ഒരു പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചത് ഇതാണ്. ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ഏത് വേണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഈ ക്ലാസ് ഇതാണ് എടുക്കണമെന്ന് മനസ്സിലേക്ക് വന്നത്. അപ്പം ഏതൊരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പും ഞാൻ കുറച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാറുണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയണോ വേണ്ടയോ എന്നൊക്കെ മനസ്സിലൊരു ശങ്ക തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോഴൊക്കെ ഞാൻ കർത്താവേ ഞാൻ ഇതെടുക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു അടയാളം പോലെ കർത്താവ് അത് തരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും എനിക്കൊരു ചെറിയ ശങ്കയുണ്ടായിരുന്നു, ഇതെടുക്കണോ, ഇതിനെക്കുറിച്ച് സംസാരിക്കണോ എന്നൊക്കെ. അപ്പം ഞാൻ കർത്താവ് എനിക്കതിനൊരു കൺഫർമേഷൻ പോലെ തന്നു. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് അത് പറയാം. അപ്പോൾ ഈ ഒരു അനുഭവം ആദ്യം ഞാൻ ഷെയർ ചെയ്യാം. ഇത് ഞാൻ ഡെയിലി മാസിന് കൂടുന്ന ഒരാളാണ്. അപ്പം എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കാണ് ഞങ്ങളുടെ പള്ളിയിൽ മാസ്. അപ്പം ഞാൻ ആ മാസ് കൂടിയിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കാറുണ്ട്. അതേ സമയമൊന്നുമില്ല, ഒരു 4-5 മിനിറ്റ്. അപ്പം ഞാൻ മാസ് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഞാൻ അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ദർശനം പോലെ കാണുവാണ്. മാതാവ് വരുന്നു. എഗെയിൻ ഞാൻ കാണുന്ന മാതാവ് ഞങ്ങളുടെ പള്ളി അവർ ലേഡി ഓഫ് സീക്രട്ട് ഹാർട്ട് ചർച്ച്, മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. അപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന അതേ മാതാവിനെയാണ് ഞാൻ കാണുന്നത്. മാതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ കൂടെ വാ എന്ന് പറയുന്നു. അപ്പം ഞാൻ ആത്മാവിൽ മാതാവിനോടൊപ്പം അങ്ങ് പോവാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പക്ഷേ ആത്മാവിൽ ഞാൻ മാതാവിനെ നയിക്കുന്ന ആ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുവാണ്. അപ്പം മാതാവിനെ വന്ന് വിളിച്ചു. അപ്പം ഞാൻ മാതാവിൻ്റെ കൂടെ അങ്ങ് പോവാണ്. അപ്പം ഞാൻ കാണുന്നത് ഞങ്ങളുടെ പള്ളി ഇപ്പോൾ അൾത്താരയിലേക്ക് നോക്കിയാണല്ലോ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ പോയിട്ട് അവിടെയാണ് സാക്രിസ്റ്റി, അവിടെയാണ് നമ്മൾ സങ്കീർത്തി. അപ്പം അതിലെയാണ് അച്ഛന്മാരൊക്കെ വന്നിട്ട് അൾത്താരയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ മാത്രമേ ആ ഒരു എൻട്രൻസ് ഉള്ളൂ, ഡോറുള്ളൂ. അപ്പം ഈ ലെഫ്റ്റിലൂടെ പോയിട്ട് ആ ഡോറിലൂടെ ഓൾട്ടറിലേക്ക് പ്രവേശിക്കുക. അപ്പം ഞാനിങ്ങനെ പോയി അമ്മയുടെ കൂടെ പോവാണ്. അപ്പം അമ്മയുടെ കൂടെ പോയി അവിടെ അങ്ങനെ പോയി. എന്നിട്ട് ഓൾട്ടർ ക്രോസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ശരിക്കും ഞങ്ങളുടെ പള്ളിയിലൊരു ഭിത്തിയാണ്, ഒരു ഭിത്തി പോലെ ഒരു വുഡൻ പാനലിംഗ് ആണ്.
ഒരു ഭിത്തി പോലെയാണ്. അവിടെ എൻട്രൻസോ റൂമുകളോ അല്ലെങ്കിൽ ഡോറോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഈ ദർശനത്തിൽ കാണുന്നത് അവിടെ ഒരു ഡോറുണ്ട്. അപ്പം ആ ഡോറെന്ന് പറഞ്ഞാൽ അത് എനിക്കത് അകത്തോട്ട് കാണാൻ പറ്റുന്നില്ല എന്താ അകത്തെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ തച്ചന്മാരുടെ പണിശാല എന്നൊക്കെ നമ്മൾ പറയല്ലേ, കുറേ തടിപ്പണിയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഒക്കെ തടിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം പോലെ. പക്ഷേ ഞാൻ അകത്തേക്ക് ഞാൻ കയറുന്നില്ല. മാതാവ് എന്നെ അവിടെ കാണിക്കുന്നു, ആ ഡോർ ഇങ്ങനെ കാണിക്കുന്നു. എന്നിട്ട് മാതാവ് അവിടെ അകത്തേക്ക് പോയി. പക്ഷേ ഞാൻ വെളിയിൽ നിന്ന് നോക്കുവാണ്. അപ്പോൾ എനിക്കെന്തോ മനസ്സിലായി, മാതാവ് എന്നെ എന്തോ ഒരു സ്ഥലം കാണിക്കുവാണ്, എനിക്കവിടെ എന്തോ ചെയ്യാനുണ്ട്. പക്ഷേ എന്നെ അകത്തോട്ട് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവിടേക്ക് കയറുന്നുമില്ല. അത്രയും ഞാൻ കണ്ടു. അപ്പം അകത്തെന്താണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ ഒരു ഡോറ് മാത്രമേ കാണുന്നുള്ളൂ, എന്താണെന്ന് എനിക്ക് എന്ന് അറിയത്തില്ല. അപ്പം ഞാനിതിങ്ങനെ കണ്ടു, അത്രയേ ഉള്ളൂ. വളരെ ബ്രീഫായിട്ടുള്ളൊരു വിഷനോ ഒരു ദർശനം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാനതങ്ങ് ഒരു നിമിഷം അത് എന്താണെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. എന്തായിരിക്കും മാതാവ് എന്നെ കാണിച്ചത്? എന്തോ എന്നോട് പറയാനോ എന്തോ എനിക്ക് ചെയ്യാനോ ഉള്ള ഒരു കാര്യമാണ്. എന്തോ ഒരു കാര്യം എനിക്കവിടെ ചെയ്യാനുണ്ടെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടൊന്നും എനിക്കൊന്നും പിടികിട്ടിയില്ല. പിന്നെ ഞാൻ അന്നാണോ പിറ്റേ ദിവസമാണോ, എനിക്ക് കൃത്യമായ സമയം പറയുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. എനിക്കത് അത്രയും ഞാനങ്ങനെ നോട്ട് ചെയ്ത് സമയങ്ങൾ വയ്ക്കാറില്ല. അപ്പോൾ അന്നാണോ പിറ്റേ ദിവസമാണോ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഇതിങ്ങനെ വന്നിട്ട് ഞാൻ ഓർക്കുക, എന്തായിരിക്കാം അവിടെ ഡോറില്ല, എന്തായിരിക്കും ആ ഡോറ് ഞാൻ കാണുന്നത്, ആ ദേവാലയത്തിലെ അവിടെ ഒരു ഡോറ് കാണുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നുക, എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ ഒരു ദേവാലയത്തിൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു സ്ട്രക്ചർ വിവരിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ അത് വായിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവുമായിരിക്കും എന്താണ് അതെന്ന്. ഞാൻ എസെക്കിയേലിൻ്റെ പുസ്തകം എടുത്ത് ഞാനത് വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നേരത്തെ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഭയങ്കര സൂക്ഷ്മമായിട്ടൊന്നും വായിച്ചിട്ടില്ല. കാരണം വായിക്കുമ്പോൾ കുറേ അളവുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്കതത്ര കൃത്യമായിട്ടൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് പെട്ടെന്ന് വായിച്ച് വിട്ട ഒരു സംഭവമാണ്. അപ്പം ഞാനത് രണ്ടാമതെടുത്ത് കാര്യമായിട്ട് വായിച്ചിട്ട് ഞാനത് വിഷ്വലൈസ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഒന്നും അതങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരു ആ വായിക്കുന്ന ടെക്സ്റ്റ് ഒരു 3 ഡൈമെൻഷണൽ പിക്ചറായിട്ട് എനിക്ക് അത്രയും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് നേരം വായിച്ചിട്ട് അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഇത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ശരി, ആരെങ്കിലും എസെക്കിയേലിൻ്റെ ടെമ്പിൾ ഒരു പിക്ചറൈസ് ചെയ്തിട്ടൊരു നല്ല പിക്ചറായിട്ട് തന്നിട്ടുണ്ടായിരിക്കാം അല്ലേ, അതിൻ്റെ ഒരു പടമൊക്കെ. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് വായിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു 3 ഡൈമെൻഷണൽ ഇമേജോ ഒരു പിക്ചറോ ഒക്കെ കാണുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവുമല്ലോ. എന്നാൽ ശരി, ഒന്ന് സെർച്ച് ചെയ്തേക്കാം എസെക്കിയേൽസ് ടെമ്പിൾ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിതെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് വായിച്ചപ്പം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, കൃത്യമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്ന ആ ടെക്സ്റ്റ് എന്നുള്ളത് ഈ ഇമേജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. ഞാനത് വായിച്ചത് ഞാൻ ജസ്റ്റ് അതൊന്നും കൂടെ തുറന്ന് മുഴുവനൊന്ന് വായിച്ച് ആ ഇമേജൊക്കെ എടുത്ത് ഒന്നും കൂടെ നോക്കി. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എസെക്കിയേലിൻ്റെ 40-ാമത്തെ അധ്യായമാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ മുഴുവനൊന്നും വായിക്കുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ഭാഗം മാത്രം വായിക്കാം. എസെക്കിയേൽ 40-43. അകത്ത് ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു. മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വെച്ചിരുന്നത്. പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അകത്തളത്തിൽ 2 മുറികളുണ്ടായിരുന്നു. ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കകത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്കകത്തുമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി. അതായത് ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്ക്, ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി. സാദോക്കിൻ്റെ പുത്രന്മാരാണ് ഇവർ. അപ്പം ഞാൻ കാണുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ സൗത്ത് ഫേസിങ് ആയിട്ടുള്ള മുറിയാണ് ഞാൻ കാണുന്നത്. അപ്പം സൗത്ത് ഫേസിങ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് തെക്കോട്ട് ദർശനമുള്ള അല്ലേ, ദേവാലയത്തിൻ്റെ ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കകത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്കകത്തുമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു,
ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി. അപ്പോൾ ഞാൻ ഈ ഈസ്റ്റും വെസ്റ്റും ഒക്കെ നോക്കിയിട്ട് ഞാൻ കാണുന്ന മുറി തെക്കോട്ട് ദർശനമുള്ള മുറിയാണ്. അപ്പോൾ ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ്. അപ്പോൾ ആ മുറിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള മുറി ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടത് തെക്കോട്ട് ദർശനമുള്ള മുറിയാണ്. അവിടെയാണ് ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർ. ഇനി ആരാണ് ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർ? എൻ്റെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യനാണ്, ഇതിനി അതാരായിരിക്കും? ഇത് ശരിക്കും എസെക്കിയേലിൻ്റെ ടെമ്പിളിൻ്റെ എക്സ്പ്ലനേഷനോ വ്യാഖ്യാനമോ ഒന്നുമല്ല. എനിക്കൊരു പേഴ്സണൽ വിഷൻ കിട്ടി, എന്നോടൊരു കാര്യം പറയാനായിട്ട് കർത്താവ് കാണിച്ചു തന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറൊരു വ്യാഖ്യാനം അതിനെടുക്കണ്ട. അപ്പം ഇത് എനിക്കുള്ള ഒരു പ്രൈവറ്റ് റെവലേഷനായിട്ട് കൂട്ടിയാൽ മതി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, അപ്പോൾ അതാരാ പുരോഹിതന്മാർ? ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർ മേ ബി പ്രീസ്റ്റ്. ഇന്നത്തെ ഇപ്പോൾ ഒരു ഇതിൽ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഒരു പ്രീസ്റ്റ് എന്ന് പറയാം. അപ്പം മറ്റ് ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്നതും പിന്നെ ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാരാരാ എന്നിങ്ങനെ ഞാൻ വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മോള് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ വന്നു. ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവൾ എൻ്റെ മുറിയിലേക്ക് വന്നു. അപ്പം ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് അവളോട് ചോദിച്ചാൽ, ഒരു വചനം ചോദിച്ചിട്ട് പെട്ടെന്ന് അവളോട് ചോദിച്ചാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവളൊരു ആൻസർ പറയും. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്കൊരു ആൻസർ പറയും. അത് ചിലപ്പം വളരെ കറക്റ്റായിരിക്കും. അപ്പോൾ അതെനിക്ക് തോന്നും ഇവളെയും കൂടെ ഇനി എൻ്റെ യൂട്യൂബിൽ ഒന്ന് എടുക്കണമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. കാരണം അത്ര കറക്റ്റായിട്ടും ഭംഗിയായിട്ട് അതിന് ചിലപ്പോൾ ആൻസർ തരും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് സംശയം തോന്നി അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കൺഫർമേഷന് ഞാൻ പലപ്പോഴും അവൾ ഇങ്ങനെ വരുമ്പോൾ ചോദിക്കാറുണ്ട്. ഞാൻ ഇവളോട് ചോദിച്ചു, മോളെ ആരാണ് ഇങ്ങനെ ദേവാലയത്തിന്, അത് ഇംഗ്ലീഷിലാണ് ഞാൻ അവളോട് ചോദിക്കുന്നത്, അപ്പം അതാരാണെന്ന് ഇങ്ങനെ ചോദിച്ചു. ഉടനെ അവളിങ്ങനെ പറഞ്ഞ് അതമ്മ ഡീക്കൺസ് ആണമ്മ എന്ന് പറഞ്ഞു. അപ്പം ഡീക്കൺസ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെ ഒരു ചിന്ത പോയായിരുന്നു. ഇവിടെ ഉള്ളത് പ്രീസ്റ്റിനുള്ള മുറിയും അവിടെ ഉള്ളത് ഡീക്കൺസിനുള്ള മുറിയാണ്. അപ്പം ഞാൻ എഗെയിൻ ഞാൻ പറയുവാണ്, ഇത് എൻ്റെ ഒരു റെവലേഷനാണ്. അത് എസെക്കിയേലിൻ്റെ ആക്ച്വൽ എക്സ്പ്ലനേഷനോ ഇൻ്റർപ്രിട്ടേഷനോ ഒന്നും ആയിട്ട് കൂട്ടണ്ട. ഇത് എനിക്കുള്ള ഒരു ദർശനമാണ്. അപ്പം ഡീക്കൺസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുക എന്തോ ഡീക്കൺസിനുള്ള മുറിയാണത്, അതാണ് ഞാൻ കാണുന്നത്. അവിടെ എന്തോ ഈ മാതാവ് എന്നെ കാണിക്കുന്നു, എന്തായിരിക്കും എന്നിങ്ങനെ വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. അതോടുകൂടി ഞാൻ അതങ്ങ് വിട്ടു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നൊന്നുമില്ല. പിന്നെ ഒരു 2 ആഴ്ചയായിരിക്കും എനിക്ക്. പിന്നെ ഞാൻ ടൈം കൃത്യമായിട്ടല്ല പറയുന്നത് കേട്ടോ, വളരെ അടുത്ത്, ചിലപ്പം 2 3 ആഴ്ചയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പള്ളിയിലെ ഞങ്ങളുടെ പാരിഷ് പ്രീസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഒരു സെമിനാരി ഉണ്ട്. അപ്പോൾ ഒത്തിരി സെമിനാരിയൻസ് ഉണ്ട്. അപ്പം സെമിനാരിയൻസ് പല ഇതിലുള്ള സെമിനാരിയൻസിൻ്റെ പല സ്റ്റേജിലുള്ളവർക്ക് ഒരു ധ്യാനം പോലെ ഒരു 1 day റിട്രീറ്റ് പോലെ ചെയ്യുന്നുണ്ട് നമ്മുടെ പള്ളിയിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ ഉച്ച കഴിഞ്ഞത്തെ സെഷന് ഞങ്ങൾ 2 പേരും കൂടി എടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ അച്ഛൻ നമ്മളെ വിളിച്ചു, അച്ഛൻ ചോദിച്ചു നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുക്കാവോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്കിത് ഓർമ്മ വന്നു കേട്ടോ. ഞാൻ ഈ കണ്ട ദർശനം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. സാധാരണഗതിയിലാണ് ഞാൻ അന്ന് തുടക്കം ആ ഒരു സമയമാണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിലാണെങ്കിൽ ഒന്ന് മടിക്കും, ഡീക്കൻസിനോ അല്ലെങ്കിൽ സെമിനാരിയൻസിനൊക്കെ ഞാൻ എന്താ ക്ലാസ് എടുക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അന്നേരം എനിക്ക് ഈ ഒരു ദർശനം എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഞാനത് എടുക്കണമെന്ന് ആണ് അമ്മ അന്ന് എന്നെ കാണിച്ചു തന്നത്. അപ്പോൾ അതിനെന്നെ ഒരു ധൈര്യപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്കൊരു കൺഫർമേഷൻ പോലെ നേരത്തെ തന്നെ കാണിച്ചു തന്നാണ്, നമ്മൾ മടിച്ചൊന്നും പിന്നോട്ട് മാറണ്ട, ഞാൻ തന്നെയാണ് വിടുന്നതെന്ന്. അപ്പം ഞാൻ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മയും വന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അതിനെന്താ ഈശോ അല്ലേ നമ്മളെ അയക്കും, നമുക്ക് ഏത് ഓപ്പർച്യൂണിറ്റി വന്നാലും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങനെ പോയി ആ ക്ലാസ് എടുത്തു. അപ്പം അതായിരുന്നു അതെന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. തുടക്ക സമയങ്ങളിലൊക്കെ നമ്മൾ ഓർക്കുകയില്ലേ, നമ്മൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ചെറിയ ശങ്കകളൊക്കെ മനസ്സിൽ ചിലപ്പോൾ തോന്നുമല്ലേ. അപ്പോൾ അതിനായിട്ട് കർത്താവ് കാണിച്ചു തന്ന ഒരു ദർശനമാണ്. ഇറ്റ്സ് ജസ്റ്റ് എ പ്രൈവറ്റ് തിങ്. അല്ലാതെ അതിനെ എസെക്കിയേലിൻ്റെ ടെമ്പിളായിട്ടോ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു വ്യാഖ്യാനമൊന്നുമില്ല. എന്നെ മാതാവ് മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യത്തിന് എന്നെ ഒരുക്കാനായിട്ട് കാണിച്ച ഒരു ദർശനമാണ് കേട്ടോ. അപ്പം അതിൽ ഞാനിപ്പോൾ ഇത് പറയാനൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കതിൽ നിന്ന് വലിയൊരു പാഠം കൂടെ ഞാൻ പഠിച്ചു കേട്ടോ. അത് ഒത്തിരി ഞാൻ പിന്നീട് കൗൺസിലിംഗ് ചെയ്തപ്പം ഒത്തിരി പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്നും കൂടെ തോന്നി കേട്ടോ. അപ്പം ഞാൻ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലം അതിനപ്പുറത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതൊരു വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്. അതായത് ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പം അമ്മ മാത്രമേ കടന്നു പോകുന്നുള്ളൂ, അമ്മ എന്നെ വിളിക്കുന്നുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി അവിടേക്ക് നമ്മൾ കടക്കണ്ട, അതൊരു വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്,
അതൊരു വിശുദ്ധ സ്ഥലമാണ്. ആവശ്യമില്ലാതെ നമ്മൾ അവിടേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രവേശിക്കണമെന്നാണെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കും. ആ ഒരു സമയം മാത്രം നമ്മളത് പ്രവേശിച്ചാൽ മതി. അപ്പോൾ അതെനിക്ക് പ്രത്യേകമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. അതായത് ഒരു പ്രീസ്ലി കോളിംഗ് ലഭിച്ച അല്ലെങ്കിൽ ഒരു പുരോഹിതരാകാനായിട്ട് വിളി ലഭിച്ച ഒരു സംഘം ആൾക്കാർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണത്, അല്ലേ? അതൊരു വേർതിരിക്കപ്പെട്ട വിളിയുമാണ്, അതൊരു വേർതിരിക്കപ്പെട്ട സ്ഥലവുമാണ്. അപ്പോൾ അത് വിശുദ്ധമായതിനെ നമ്മളെപ്പോഴും വിശുദ്ധിയോടുകൂടെ തന്നെ കാണുകയും സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അവിടേക്ക് നമ്മൾ ആവശ്യമില്ലാതെ പ്രവേശിക്കേണ്ട. അതൊരു ഉന്നതമായ വിളി ലഭിച്ച വിശുദ്ധരായ വിശുദ്ധിയിലേക്ക്, അതായത് ഉന്നതമായ വിശുദ്ധിയിലേക്ക് വിളി ലഭിച്ച ഒരു കൂട്ടം ആൾക്കാരെ മാതാവും ഈശോയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അവിടേക്ക് കടന്ന് ആവശ്യമില്ലാത്ത ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ പലപ്പോഴും പലരും എന്നോട് ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ ചോദിക്കുമ്പോൾ പറയും, നമ്മൾ അച്ഛന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു അവരോടൊരു മമത തോന്നും. അപ്പം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വേറെ ഒരു മോശമായ രീതിയിലല്ല, പക്ഷേ നമ്മളൊരു എന്താ പറയുന്നത്, അവരൊറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് അവർക്കൊരു സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയും. ഇങ്ങനെ ഓരോ അവസരങ്ങളിൽ ഓരോരുത്തർ എന്നോട് പറഞ്ഞാണ്. അപ്പോഴൊക്കെ ഞാനിത് ഓർക്കും, അത് ശരിക്കും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ വഴി അവർക്കൊരു പ്രലോഭനവും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? അപ്പം അത് ദൈവം തൻ്റെ രക്തം കൊടുത്ത് സ്ഥാപിച്ചതാണ് പൗരോഹിത്യം, അല്ലേ? ഈശോയെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിതാവ് പറഞ്ഞു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങ് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് അയച്ചിട്ട് പിതാവായ ദൈവം പറയുന്നുണ്ട്, നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അപ്പം നിത്യപുരോഹിതനായ ക്രിസ്തു ആ പൗരോഹിത്യം പിതാവിൽ നിന്ന് സ്വീകരിച്ചതാണ്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും നീ പുരോഹിതനാണ്. പക്ഷേ ആ പൗരോഹിത്യം സ്ഥാപിക്കുവാൻ വേണ്ടി, അല്ലെ ആ പുരോഹിതൻ, ആ നിത്യപുരോഹിതൻ എന്ന വിളി ലഭിക്കുവാനും അതിനു വേണ്ടി ക്രിസ്തുവിന് സ്വന്തം രക്തം ചിന്തയാണ് പൗരോഹിത്യം, അവൻ നിത്യപുരോഹിതനായി തീർന്നത്, അല്ലേ? അപ്പോൾ ആ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാകാൻ വിളി ലഭിച്ചവരാണ് ഈ ഓരോ ഡീക്കന്മാരും, അല്ലേ? അതത്രയും വിശുദ്ധമാണ്. അപ്പം അത്രയും വിശുദ്ധിയോടുകൂടി മാത്രമേ നമ്മൾ ആ വിശുദ്ധ സ്ഥലത്തെ സമീപിക്കാവൂ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരുവെന്ന, അല്ലേ? അപ്പം അത്രയും വിശുദ്ധമായി വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടേക്ക് നമ്മളൊരു വിശുദ്ധി കൂടാതെയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് കെയർലെസ് ആയിട്ടോ നമ്മുടെ അറിവ് കുറവ് കൊണ്ടോ ഒന്നും കടക്കാൻ പാടില്ല. ഒരു പ്രലോഭനവും അവർക്കുണ്ടാക്കാൻ പാടില്ല. അപ്പം നമ്മളെല്ലാവരും പറയും, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷെ വിളികൾക്ക് വ്യത്യാസമുണ്ടല്ലേ? ഒരു പുരോഹിതനായ വിളി ലഭിച്ച വ്യക്തി ജീവിക്കേണ്ട ഒരു ജീവിതചര്യയുണ്ടല്ലേ? അതൊരു വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അപ്പോൾ ഒരു പുരോഹിതനാകാൻ വിളി ലഭിച്ച് അതിനുള്ള ഒരു ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന പോലെ പോയി പാർട്ടിക്ക് പോയി ജീവിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് വെച്ച് ആ മ്യൂസിക് കേട്ട് അങ്ങനെ ഒരു വിളിയല്ല അത്, അല്ലേ? അതൊരു വേർതിരിക്കപ്പെട്ട വിളിയാണ്. അപ്പം ദൈവം നമ്മളെ എല്ലാവരും അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെങ്കിൽ പോലും ഓരോ വിളിക്കും അതിൻ്റേതായ ഒരു ജീവിതചര്യയുണ്ട്, ഒരു യോഗ്യതയുണ്ട്. ക്രിസ്ത്യാനി എന്ന വിളി ലഭിച്ചവൻ അതിനനുസരിച്ച് ജീവിക്കണം. പുരോഹിതനാകാൻ വിളി ലഭിച്ചവൻ ആ നിത്യപുരോഹിതനായ ക്രിസ്തു സ്ഥാപിച്ച പൗരോഹിത്യത്തിൻ്റെ ഫ്രെയിംവർക്കിനനുസരിച്ച് ജീവിക്കണം, അല്ലേ? അപ്പം അവിടേക്ക് അവർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഞാൻ ഉണ്ടാക്കാൻ പാടില്ല. അവരതിവിശുദ്ധമായി ജീവിക്കണം, അതൊരു കാര്യം. നമ്മൾ അവർക്കൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി ബ്ലെസ്സിങ് കുറവ് കൊണ്ടുവരും നമ്മളങ്ങനെ ചെയ്താൽ. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ ആ വിഷനിൽ എനിക്ക് മനസ്സിലായതാണ്. എനിക്കത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുകയാണ്, അവിടെ കടക്കണ്ട, അതൊരു വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്, ഞാൻ അവിടെ കടക്കാൻ പാടില്ല. മാതാവ് കയറി പോകുന്നു, അമ്മ അവിടെ പോകുന്നു, എന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ മാത്രം ഞാൻ അവിടെ കടന്നാൽ മതിയെന്ന് എനിക്ക് ഭയങ്കര ഒരു അത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം അത് നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പം ഞാൻ ഇത് കാര്യം പറയണോ വേണ്ടിയോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതിപ്പം നമ്മൾ പറഞ്ഞാൽ ചിലപ്പം നമ്മളൊരു കാര്യം പറയുമ്പം എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരിക്കും, കേൾക്കുന്നവർ വേറെ രീതിയിൽ ചിലപ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം പല രീതിയിൽ ആൾക്കാരതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അല്ലേ? അവർക്ക് മനസ്സിലാകുന്നത് പലതരത്തിലായിരിക്കാം. അതായത് ഓരോരുത്തരും ചിന്തിക്കുന്ന ഓരോ ലെവലുകളനുസരിച്ച്, അല്ലേ?
അപ്പം ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, ഞാനിത് എടുക്കണോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ യാദൃശ്യമായിട്ട് എൻ്റെ കൈ തട്ടിയതുപോലെ ദാനിയേലച്ചൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഞാൻ കേൾക്കുവാണ്. ഞാനത് കേൾക്കാൻ പോയതല്ല, വളരെ യാദൃശ്യമായിട്ട് ഞാൻ എന്തോ ക്ലിക്ക് ചെയ്തപ്പോൾ കൈ തട്ടി ഈ വീഡിയോ ഇങ്ങനെ വന്നു. അപ്പോൾ അച്ഛൻ അതിൽ പറയുവാണ്, നിങ്ങൾ പുരോഹിതന്മാരെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും അവരെ രാത്രിയിൽ ഫോൺ വിളിച്ച് അവരെ സ്നേഹം അറിയിക്കരുത്. നിങ്ങൾ അവരെ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് അവരോട് ആ സ്നേഹം അറിയിക്കരുത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പുരോഹിതരച്ഛന്മാരെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുട്ടുകുത്തി നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 2 minutes റീലായിരുന്നു, 2 minutes വീഡിയോ ആയിരുന്നു, ഷോർട്സ് ആയിരുന്നു എന്ന് തോന്നുന്നു, 2 or 3 minutes അത്രേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി, എനിക്കൊരു കൺഫർമേഷൻ പോലെ, ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് എടുത്തോ എന്ന് കർത്താവ് ഒരു കൺഫർമേഷൻ പോലെ തരുന്ന പോലെ എനിക്കങ്ങ് തോന്നി. പക്ഷേ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പം നമ്മളത് എപ്പോഴും സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവരെ സ്നേഹിക്കരുതെന്നോ മിണ്ടരുതെന്നോ അവരോട് ഇൻട്രാക്ട് ചെയ്യരുതെന്നോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെയല്ല ഞാൻ അതിനെ പറഞ്ഞത്. പക്ഷെ നമുക്കറിയണം അതൊരു വേർതിരിക്കപ്പെട്ട വിളിയാണ്, അതൊരു വിശുദ്ധ വിളിയാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആ ഒരു ബഹുമാനത്തോടും യോഗ്യതയോടും കൂടി വേണം അവരോട് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും. അതാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ മരിയൻ ഡോഗ്മാസും കൂടെ എൻ്റെ അനുഭവം മാത്രമല്ല മരിയൻ ഡോഗ്മാസ് കൂടെ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുവാണെന്ന്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ ആക്ച്വലി ഓർത്തു ടൈപ്പോളജിയെക്കുറിച്ച് പറയാമെന്ന്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ ടൈപ്പോളജി എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ഒരു വസ്തുവോ, പഴയ നിയമത്തിലുള്ള ഒരു വ്യക്തിയോ വസ്തുവോ ഒബ്ജക്റ്റോ വിൽ ഫൈൻഡ് എ ഗ്രേറ്റർ ഫുൾഫിൽമെൻറ്റ് ഇൻ ന്യൂ ടെസ്റ്റമെൻറ്റ്. അതായത് a person, object or event in the Old Testament finds a greater fulfillment in New Testament. അതായത് വ്യക്തിയോ വസ്തുവോ അല്ലെ സംഭവമോ പഴയ നിയമത്തിൽ അതുണ്ട്, പക്ഷെ അതിൻ്റെ പൂർത്തീകരണം നമ്മൾ പുതിയ നിയമത്തിലാണ് കാണുന്നത്. അതായത് അതിൻ്റെ യഥാർത്ഥമായ ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ളത് പുതിയ നിയമത്തിലുള്ളതിൻ്റെ വരുവാനുള്ളതിൻ്റെ ഒരു നിഴലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട് ദൈവമായ കർത്താവ് ആദത്തിനെയും ഹവ്വായോടും ആ ഒരു ശാപം പറയുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീ ഏതാ? ഹവ്വയാണല്ലേ. അപ്പം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറയുമ്പം ലിറ്ററൽ ഇവൻ്റ് എന്ന് പറയുന്നത് ഹവ്വായും ആദവും തെറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അല്ലേ. ഹവ്വയും ആദവും നിൽക്കുന്നു, ഹവ്വയാണ് ആ സ്ത്രീ, അവിടെ നിൽക്കുന്ന പുരുഷൻ ആദവുമാണ്. അപ്പോൾ ദൈവം അവരോട് പറയുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അതാണ് ആൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഇവൻറ്റ് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ, എന്നുള്ള ഒരു പേഴ്സൺ. പക്ഷേ ആക്ച്വലി സർപ്പത്തിൻ്റെ തല തകർത്തത് ആരാണ്? മറിയത്തിൻ്റെ മകനായ ക്രിസ്തുവാണ് അല്ലേ. അപ്പം ആ തല തകർത്ത് അത് ന്യൂ ആഡം, ക്രൈസ്റ്റിനെ ന്യൂ ആഡം എന്ന് പറയുന്നു. അതായത് മദർ മേരി ന്യൂ ഈവ് എന്ന് പറയുന്നു. അതായത് യഥാർത്ഥത്തിൽ ആരാണ് ഈ പ്രോമിസ് ഫുൾഫിൽ ആയത്? ക്രിസ്തുവിലാണ് അല്ലേ, അല്ലെങ്കിൽ മാതാവിലാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അപ്പോൾ സർപ്പത്തിൻ്റെ തലയെ തകർത്തത് ക്രിസ്തുവാണ് അല്ലേ, സർപ്പത്തിനെ പരാജയപ്പെടുത്തിയത് ക്രിസ്തുവാണ്. അപ്പം ആ സ്ത്രീ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അതാ ഗ്രേറ്റർ ഫുൾഫിൽമെൻറ്റ് ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. അല്ലെങ്കിൽ ഇതൊരു നിഴലാണ്, പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണമാണെന്ന് നമ്മൾ പറയുന്നത്. അതായത് പിതാക്കന്മാർ ഏത് വിശുദ്ധനാണെന്ന് ഇപ്പം ഞാനങ്ങ് മറന്നുപോയി, പറയുന്നു പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു സംഭവം പുതിയ നിയമത്തിൽ സംഭവിക്കുന്ന ഒന്നിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്, അല്ലെങ്കിൽ ഒരു നിഴലാണ്. അതിൻ്റെ പൂർത്തീകരണം നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. ദാറ്റ് ഈസ് ടൈപ്പോളജി. അതിനെയാണ് ടൈപ്പോളജി എന്ന് സഭ പറയുന്നത്. അപ്പോൾ ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ ഇവിടെ പഴയ നിയമത്തിലുള്ളത് ഒരു ടൈപ്പ്, പുതിയ നിയമത്തിൽ അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് കാണുന്നത് ആൻറ്റി ടൈപ്പ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനാണെങ്കിലും റോമറുടെ പുസ്തകത്തിലും കൊരിന്ത്യരുടെ പുസ്തകത്തിലൊക്കെ ക്രിസ്തുവിനെ പുതിയ ആഡം എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ, ന്യൂ ആഡം. അപ്പോൾ ടൈപ്പ് ഈസ് ആഡം, ആൻറ്റി ടൈപ്പ് ഈസ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ ടൈപ്പ് ഈസ് ഈവ്, ആൻറ്റി ടൈപ്പ് ഈസ് മദർ മേരി. പൂർത്തീകരണം മദർ മേരിയിലാണ് ഉണ്ടായത്. പക്ഷേ ലിറ്ററൽ സംഭവം ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വേറൊരു വ്യക്തിയിലാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് പല എക്സാമ്പിളും. ഇപ്പം ടൈപ്പോളജിക്ക് ഒത്തിരി എക്സാമ്പിളുണ്ട്. ഇപ്പം മോശ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു.
അപ്പം മോശ ഈസ് എ ടൈപ്പ് ഓഫ് ജീസസ് എന്ന് പറയാം. ഈശോ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരാശിയെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു അല്ലേ. അപ്പോൾ ആൻറ്റി ടൈപ്പ് ഈസ് ക്രൈസ്റ്റ്. മോസസ് ഇസ് എ ടൈപ്പ് ഓഫ് ജീസസ് അല്ലേ. മോസസ് ടൈപ്പ്, ക്രൈസ്റ്റ് ക്രിസ്തു ആൻറ്റി ടൈപ്പ് അല്ലേ. അല്ലെങ്കിൽ ദാവീദ് രാജാവ് ഒരു ടൈപ്പ്, ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ടൈപ്പാണ് ആൻറ്റി ടൈപ്പ് ക്രൈസ്റ്റ്. അല്ലെങ്കിൽ മൽക്കീസദേക്ക്, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും മഹാപുരോഹിതനായിരിക്കുമെന്നാണ് പിതാവ് പറഞ്ഞത്. അപ്പോൾ മൽക്കീസദേക്ക് ഇസ് ടൈപ്പ്, ക്രൈസ്റ്റ് ഈസ് ആൻറ്റി ടൈപ്പ് അല്ലേ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസക്കിനെ ബലി കൊടുക്കാൻ അബ്രഹാം കൊണ്ടുപോയല്ലോ. അപ്പോൾ ഐസക് ഈസ് ടൈപ്പ്, ക്രൈസ്റ്റ് ഈസ് ആൻറ്റി ടൈപ്പ്. അതുപോലെ തന്നെ അത് വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു സംഭവമാകാം അല്ലേ. ആ രക്ഷാകര സംഭവം. അല്ലെങ്കിൽ യോന 3 ദിവസം മീനിൻ്റെ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നത്, മനുഷ്യപുത്രൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ ഒരു സംഭവം, ഇത് ടൈപ്പ്, അത് ആൻറ്റി ടൈപ്പ്. അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ പിതാക്കന്മാർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പം ഹവ്വായുടെ പറഞ്ഞല്ലോ, ആ ഫസ്റ്റ് ഇതിൽ സ്ത്രീ എന്നുള്ളത്, ആ സ്ത്രീ എന്ന് പറയുന്ന പൂർത്തീകരണം മദർ മേരിയിലാണ്. ദാറ്റ്സ് എ ആൻറ്റി ടൈപ്പ്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പം ആ പൂർത്തീകരണം എപ്പോഴും മാതാവിലാണ് നടന്നതെന്നുള്ളത് മനസ്സിലാക്കണം. വേറൊരു ടൈപ്പ്, പ്രധാനപ്പെട്ട ടൈപ്പും കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ആർക്ക് ഓഫ് ദ കവനൻറ്റ്, സാക്ഷിപ്പെട്ടകം, വാഗ്ദാന പെട്ടകം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഉടമ്പടി പെട്ടകം എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഇതിൽ പറയുന്നത്. സോ ആർക്ക് ഓഫ് ദ കവനൻറ്റ് സ്റ്റാൻഡ്സ് ഫോർ മദർ മേരി. അപ്പോൾ ആർക്ക് ഓഫ് ദ കവനൻറ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആർക്ക് ഓഫ് ദ കവനൻറ്റിൽ മന്ന ഉണ്ടായിരുന്നു. അപ്പോൾ ഈശോ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്നയാണ് അല്ലേ. ജീവൻ്റെ അപ്പമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാവുന്നു അല്ലേ. അപ്പം ആ മന്ന ഉണ്ടായിരുന്നു. മദർ മേരി ആർക്ക് ഓഫ് കവനൻ്റ് ആണ്, ആൻറ്റി ടൈപ്പ്. അപ്പം മദർ മേരിയുടെ ആർക്ക് ഓഫ് ദ കവനൻറ്റിൽ മന്ന ഉണ്ടായിരുന്നു, മദർ മേരിയുടെ ഉള്ളിൽ ഈശോ ഉണ്ടായിരുന്നു അല്ലേ, ജീവൻ്റെ അപ്പം. അതുപോലെ ഇതിനകത്ത് അഹറോൻ്റെ തളിർത്ത വടി ഉണ്ടായിരുന്നു. ദാറ്റ് ഷോസ് ദാറ്റ് സിംബലൈസസ് ദ പ്രീസ്റ്റ്ഹുഡ് അല്ലേ. അപ്പോൾ നിത്യപുരോഹിതനായ ക്രിസ്തു. അതുപോലെ തന്നെ സ്റ്റോൺ ടാബ്ലറ്റ്സ്, അതായത് വേർഡ് ഓഫ് ഗോഡ്. അപ്പം ജോൺ 1 പറയുന്ന ഞാൻ വചനം അല്ലേ, ദൈവം വചനമാവുന്നു എന്നാണ്. അപ്പം അത് 3 മാതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാതാവിനെ പിതാക്കന്മാർ ആർക്ക് ഓഫ് ദ കവനൻറ്റുമായിട്ട് സാക്ഷ്യപ്പെടുത്തുക, അതായത് എന്താ പറയുന്നത്, ഉപമിക്കുന്നത്. ആർക്ക് ഓഫ് ദ കവനൻറ്റ് ഇസ് ദ ടൈപ്പ്, മാതാവ് ഇസ് ദ ആൻറ്റി ടൈപ്പ്. അപ്പം അതൊരു ഭയങ്കര, അത് ലൂക്കാ സുവിശേഷത്തിൽ നമ്മളത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്. ഒത്തിരി കോയിൻസിഡൻസ് പറഞ്ഞിട്ട്, ഒത്തിരി പാരലൽസ് പറഞ്ഞിട്ട് ലൂക്കാ സുവിശേഷകൻ സ്ഥാപിക്കുന്നുണ്ട് മാതാവ് ആർക്ക് ഓഫ് ദ കവനൻ്റ് ആണ്. ലിറ്ററലി വായ കൊണ്ട് പറയുന്നില്ലെങ്കിലും ഒത്തിരി പാരലൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണുന്നത്, ഞാനത് നോക്കി വെച്ചായിരുന്നു, സാമുവലിൻ്റെ പുസ്തകം 2 സാമുവൽ 6-ാം അധ്യായം. അത് നമ്മൾ മുഴുവൻ ഒന്ന് വായിക്കണം. ഞാൻ മുഴുവൻ വായിക്കാൻ പോയാൽ സമയമെടുക്കും. അപ്പം ഇതിൻ്റെ പാരലൽസ് നോക്കിയാണ്. സമാന്തര സംഭവം അവിടെ കാണുന്നുണ്ട്. എവിടെയാണ്? ലൂക്ക 1 കാണുന്നുണ്ട്. ഞാൻ പറയാമേ. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടി കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം ധരിക്കുന്ന ദൈവത്തിൻ്റെ പേടകം ബാലേയൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിൻ്റെ പുത്രന്മാരായ ഉസായും അഹിയോയും ആണ് ദൈവത്തിൻ്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത്. അഹിയോ പേടകത്തിന് മുമ്പേ നടന്നു. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവ്വശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മൂരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിൻ്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അവർ നാക്കോൻ്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈ നീട്ടി ദൈവത്തിൻ്റെ പേടകത്തെ പിടിച്ചു. കർത്താവിൻ്റെ കോപം ഉസായിക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിന് നേരെ കൈ നീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. ആർക്ക് ഓഫ് ദ കവനൻറ്റിന് നേരെ കൈ നീട്ടിയപ്പം ദൈവം കോപിച്ചു. അപ്പോൾ ആർക്ക് ഓഫ് ദ കവനൻറ്റിന് ആ മഹത്വം എവിടുന്നാണ് വന്നത്? അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കാരണം അല്ലേ. 3 കാര്യങ്ങൾ, അതായത് സ്റ്റോൺ ടാബ്ലറ്റ്സ്, പിന്നെ അഹ്റോൻ്റെ തളിർത്ത വടി, മന്ന. അപ്പം ആർക്ക് ഓഫ് ദ കവനൻറ്റ് അതുകൊണ്ടാണ് അതിനെ വിശുദ്ധമായിട്ട് കരുതിയത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയെ സഭ അത്ര ഉന്നത സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. ഷീ ക്യാരിഡ് സൺ ഓഫ് ഗോഡ് അല്ലേ. അപ്പം കർത്താവിൻ്റെ കോപം കൈനീട്ടി ദൈവത്തെ പേടകത്തെ പിടിച്ചു. കർത്താവിൻ്റെ കോപം ഉസായിക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിന് നേരെ കൈ നീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ പേടകത്തിനരികെ മരിച്ചു വീണു. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും അതിനകത്ത്
ദൈവത്തിൻ്റെ ഒരു കമാൻഡ്മെൻ്റ് ഉണ്ടായിരുന്നു അല്ലേ, വിശുദ്ധമായതിനെ നമ്മൾ വിശുദ്ധമായി തന്നെ കരുതണമെന്നും. കുറച്ചൊരു കെയർലെസ്സായി ചെയ്തതുകൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ പേടകത്തിനധികം മരിച്ചു വീണു. കർത്താവ് ക്രുദ്ധനായി ഉസ്സായെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്ന് വരെ പേരസുസ്സ എന്ന് പേർ വിളിക്കുന്നു. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്നവൻ ചിന്തിച്ചു. പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബേദ്-ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. അപ്പോൾ ഒന്നാമത് ദാവീദ് എഴുന്നേറ്റ് യൂദയായിലേക്ക് പോകുന്നു. അപ്പം മാതാവ് യൂദയ മലപ്രദേശത്തേക്ക് സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് വരുന്നു അല്ലേ, അതൊരു പാരലൽ. രണ്ടാമത്തേതാണ് അവിടെ 3 മാസം താമസിച്ചു. അപ്പോൾ ലൂക്കാ സുവിശേഷനും പറയുന്നുണ്ട് മാതാവ് 3 മാസം അവിടെ താമസിച്ചു എന്ന്. ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഓബേദ്-ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അപ്പം മാതാവിൻ്റെ പ്രസൻസ് മൂലം അവിടെ എലിസബത്തിൻ്റെ കുടുംബത്തിനും വലിയ അനുഗ്രഹം സംഭവിച്ചു അല്ലേ, അനുഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദ് പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവനൊരു കാളയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുൻപാകെ സർവ്വശക്തിയോടെ നൃത്തം ചെയ്തു. അപ്പം അത് ലൂക്കാ സുവിശേഷം പറയുന്നത് സ്നാപക യോഹന്നാൻ സന്തോഷത്താൽ അമ്മയുടെ ഉദരത്തിൽ കുതിച്ച് ചാടിയെന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. അപ്പം അവിടെ ദാവീദ് പേടകത്തിന് മുമ്പിൽ സന്തോഷത്തോടെ കുതിച്ച് നൃത്തം ചെയ്തു അല്ലേ. പിന്നെ ആർപ്പ് വിളിച്ച് കാഹളം മുഴക്കിയും കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്നു. പിന്നെ കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് എന്ത് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൻ ചിന്തിച്ചു അല്ലേ. അതുപോലെ തന്നെ എലിസബത്ത് പറയുന്നുണ്ട്, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്ന്. അങ്ങനെ ലൂക്കാ സുവിശേഷകൻ ഇപ്പം നമ്മൾ പറയുവാണ് ഒരു കോയിൻസിഡൻസ് ആണ് എന്ന്, അങ്ങനെ ലൂക്കാ സുവിശേഷൻ എഴുതിയപ്പോൾ ഒരു കോയിൻസിഡൻസ് ആണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ അത് 1 or 2 അല്ല. പക്ഷേ ഈ എല്ലാം മാപ്പ് ചെയ്തതുപോലെ 4-5 കാര്യങ്ങൾ ലൂക്കാ സുവിശേഷകൻ എടുത്തെടുത്ത് വേർഡ് ബൈ വേർഡ് ഇങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ട് പിതാക്കന്മാരൊക്കെ പറയുന്നത് അദ്ദേഹം അതുവഴി ആർക്ക് ഓഫ് ദ കവനൻറ്റുമായിട്ട് സാമ്യപ്പെടുത്തുക തന്നെയാണ് ചെയ്തതെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ തന്നെ ആർക്ക് ഓഫ് ദ കവനൻറ്റ് എന്ന് പണ്ട് തൊട്ടേ ഉള്ള ഒരു എല്ലാ പാട്ടുകളിലുമൊക്കെ അല്ലേ, സാക്ഷിപ്പെട്ടകവും നീ താൻ സ്വർഗ്ഗകവാടം നീ തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാട്ടുകളിലുമൊക്കെ നമ്മൾ ആർക്ക് ഓഫ് ദ കവനൻറ്റ് എന്നാണ് മാതാവിനെ പറയുന്നത്. അപ്പോൾ മാതാവ് തൻ്റെ ഉദരത്തിൽ ക്രിസ്തുവിനെ വഹിച്ചതുകൊണ്ട്, അതായത് വേർഡ് ഓഫ് ദ ഗോഡാണ്, ക്രിസ്തു വേർഡ് ഓഫ് ദ ഗോഡാണ്, ബ്ലഡ് ദറ്റ് കെയിം ഡൗൺ ഫ്രം ഹെവൻ ആണ്, പിന്നെ ഇറ്റേണൽ ഹൈ പ്രീസ്റ്റുമാണ് അല്ലേ. ഇത് 3ഉമാണ് വാഗ്ദാന പേടകമല്ല, ഉടമ്പടി പെട്ടകം എന്ന് പറയുന്നത് അല്ലേ. ഉടമ്പടി പെട്ടകത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അത് 3ഉം മാതാവ് വഹിച്ചതുകൊണ്ട് ഈ ആർക്ക് ഓഫ് ദ കവനൻറ്റിൻ്റെ ഫുൾഫിൽമെൻറ്റ് മദർ മേരിയിലാണ് കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് ടൈപ്പ്. ഇവിടെ ആർക്ക് ഓഫ് ദ കവനൻറ്റ് ഇസ് ദ ടൈപ്പ്, മദർ മേരി ഇസ് ദ ആൻറ്റി ടൈപ്പ്. അപ്പോൾ ഈ ടൈപ്പോളജി ഒന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി, കാരണം ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു അല്ലേ. പുതിയ നിയമത്തിലെ ഓരോ സംഭവങ്ങളും പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളും പുതിയ നിയമത്തിലേക്ക് ചൂണ്ടിക്കാട്ടുന്നു അല്ലേ. എല്ലാം പുതിയ നിയമത്തിലേക്ക് ഒരു ഇതിവിടെ നിഴലാണ്, അവിടെയാണ് അതിൻ്റെ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത്. ഒത്തിരി ടൈപ്പോളജീസ് ഞാൻ കുറേ എണ്ണം പറഞ്ഞു. പക്ഷേ ഇത് മാത്രമല്ല, കുറേ അധികം ടൈപ്പോളജീസ് ഉണ്ട്, പലതുണ്ട്. ഇപ്പം എനിക്ക് ഓർമ്മയിൽ നിന്ന് വന്നതൊക്കെ ഞാനങ്ങ് പറഞ്ഞു. അപ്പം അത് സൂക്ഷ്മമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പോൾ മാതാവിനെ ഈശോയെയും കുറിച്ചുള്ള ഒത്തിരി ടൈപ്പോളജി പഴയ നിയമത്തിൽ മറിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബൈബിൾ പഠനവും വളരെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതിൽ നമുക്ക് ചിലപ്പോൾ ഒരു അത്ഭുതം കൂടെ തോന്നും. അപ്പോൾ പഴയ നിയമത്തിൽ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് കർത്താവ് ഓരോ ഹിഡനായിട്ട്, അത് പുതിയ നിയമത്തെ ഹിഡനായിട്ട് വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയും അല്ലേ. അതായത് ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും ഒരു ലിറ്ററൽ മീനിങ് ഉണ്ട് അന്നത്തെ ആ സംഭവം അല്ലേ. പക്ഷേ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ഹിഡൻ സിമ്പൽ അതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ഒരു ദൈവിക ജ്ഞാനം നമുക്ക് വേണം. കറക്റ്റായിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് നമ്മളൊരു നല്ല ദൈവിക ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു മനുഷ്യന് മാത്രമേ അത് കൃത്യമായി കിട്ടത്തുള്ളൂ. അപ്പോൾ സഭയുടെ പഠിപ്പിക്കലുകളൊക്കെ നോക്കി അത് പഠിക്കുന്നത് എപ്പോഴും നല്ല ഓരോരോ ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തരും. അപ്പം അതാണ് ടൈപ്പോളജിയാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ആ തോട്ടത്തിൽ നിന്ന സ്ത്രീ ഹവ്വയാണെങ്കിലും അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് നമ്മൾ കാണുന്നത് മാതാവിലാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ആ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ ആ ഒരു ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ ഓരോ
ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും നമ്മൾ ആ ഒരു ബഹുമാനത്തോടുകൂടി നോക്കണം. അപ്പോൾ അനാദരവ് ഒരിക്കലും കാണിക്കരുത്. നമുക്ക് തിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അനാദരവ് കാണിക്കരുത്. സംസാരത്തിൽ നമുക്ക് പിഴവ് വരരുത്. കാരണം ആർക്ക് ഓഫ് ദ കവനൻറ്റിനെ ശ്രദ്ധയില്ലായ്മയോടെ ഉസ്സ പിടിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു വീണു അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവം ഉന്നത സ്ഥാനത്ത് വെച്ചിരിക്കുന്ന വ്യക്തികളെ നമ്മളെപ്പോഴും ബഹുമാനത്തോടു കൂടി തന്നെ കാണുക. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ആ പുരോഹിതരുടെ കാര്യവും പറഞ്ഞത്. പ്രത്യേകമായ വിളി കിട്ടിയവരാണ്. ഒരു ബഹുമാനത്തോടും യോഗ്യതയോടും കൂടി മാത്രമേ അവരെ നമ്മൾ കാണാവുള്ളൂ. ഒരു ബഹുമാനം നമ്മൾ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും വിശുദ്ധരെയൊക്കെ ആ ഒരു ബഹുമാനത്തോടു കൂടി കാണാനായിട്ട് നമുക്ക് സാധിക്കണം. തിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടെങ്കിലും നമ്മുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിക്കുക. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോയാൽ അത് ദൈവസന്നിധിയിൽ അത്ര നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.